ഗുഡ് മോർണിംഗ് ടു ഓൾ. ഫണ്ടിൻ്റെ അടി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോവാം. അപ്പം ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്ന ട്രിക്സ് അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന തിയറീസ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് 2 1/3 4 അല്ലെങ്കിൽ 2 3/4 3.5 4.4 എക്സെട്ര? ഇതൊരു നോർമൽ ഡിജിറ്റ് ആയതുകൊണ്ട് നിങ്ങൾ സാധാരണ ഭിന്നശേഷി ആയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിപ്പം നോർമൽ ഫ്രാക്ഷനാണ്, അതിൻ്റെ മിക്സഡ് പറഞ്ഞാൽ അതിനെ ഫ്രാക്ഷനിലേക്ക് ഇപ്പം മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ചെയ്യും. അതായത് 4 × 2 8 + 3 11 11/4 -4 3 × 6 7 - 2 7/2. ഇനിയിപ്പോൾ ഈ സാധനത്തിൽ നമ്മൾ നോർമൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 28 - 22 divided by 8 കിട്ടും. 6/8 കിട്ടും. ഈക്വൽ ടു 3/4. ഇതായിരിക്കും ഇതിൻ്റെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ ഇങ്ങനത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലോജിക് സെൻസ് ഉപയോഗിക്കും. കാരണം ഈ ഒരു ഡിജിറ്റിൽ നിന്ന് ഇതിലേക്ക് മാറാൻ 3/4 കൂടി കൂട്ടിയാൽ 1.5 കിട്ടും. അപ്പം ആ ഒരു വാല്യൂ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് എടുക്കാം. അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് പോലെ തന്നെ വരുന്നതാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പഴയ പഠിച്ച തിയറീസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണം. അപ്പം ഇതിൻ്റെ ക്വസ്റ്റൻ ഉത്തരം എന്ന് പറയുന്നത് ക്വസ്റ്റിനെ കിടക്കുമ്പോൾ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് √2 √8 √18 √32 എക്സെട്ര ഈസ് ഡാഷ്. √2 ഉണ്ട്, √6 ഉണ്ട്, 2√2 ഉണ്ട്, √8 ഉണ്ട്. അപ്പം ഞാൻ റൂട്ടാകുമ്പോൾ ഏറ്റവും സുഖം ചെയ്യുന്നുണ്ട് ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യുമെന്ന് നോക്കുക. പക്ഷേ നമ്മളിവിടെ തിയറി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. 2√2 നമുക്ക് എങ്ങനെ എഴുതാം? 1√2 എഴുതാം. ഡൗട്ടുണ്ടോ? ഇല്ല. അപ്പോൾ √2 രീതി എഴുതാം. എന്നാൽ √8 എഴുതാം. പിന്നെ നമുക്ക് 2√8 എഴുതാം. 2√2 എഴുതാം. അതായത് 8 നമുക്ക് 4 × 2 എഴുതാൻ പറ്റില്ല. 4 × 2 എന്നത് 2ൻ്റെ റൂട്ട് എത്രയാ? 4ൻ്റെ റൂട്ട് എത്ര? 2 ആണ്. അപ്പോൾ 2ൻ്റെ റൂട്ട് എത്രയാ? √2 ആണ്. അതിൽ 4 × 2ൻ്റെ ഹോൾ റൂട്ട് എടുക്കുമ്പോൾ 4ൻ്റെ റൂട്ട് എത്രയായി? ഈ 2 ആയി. പിന്നെ ബാക്കി 2 റൂട്ടാണ്. അപ്പോൾ ഒരു റൂട്ടാണ് തന്നെ എഴുതി. ഓക്കെ, അപ്പം എത്രയാ? 3√2. 8 എന്ന് പറയുന്നത് 9 × 2 9 × 2 എന്ന് പറയുമ്പോൾ 9 എന്ന് പറയുന്നത് 3ൻ്റെ റൂട്ടാണ്, 3ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 9ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 3 വന്നു, ബാക്കി 3 റൂട്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിലാവും ഇവിടെ 1 × √2 2 × √2 3 × √2. പിന്നെ ഡിഫറൻസ് പറയുന്നത് √2. ഓക്കെ, ആൻസർ ഈസ് ഈക്വൽ ടു √2. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തൊരു ഉത്തരമാണ് √2. അപ്പം 16th ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് 5√2. അപ്പം ഇതൊരു സീക്വൻസിൻ്റെ 16ാമത്തെ ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ നോർമലായിട്ട് നമ്മൾ ചെയ്യുമ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നൊരു കോമൺ ആയിട്ട് നോക്കുമ്പം ഇതിൻ്റെ എല്ലാം കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു രീതി ഉണ്ടാവും. ഇതിന് എല്ലാത്തിനും കോമൺ ആയിട്ടിരുന്നൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ ഇത്രനോട് ഇത്ര ഇൻറ്റു ചെയ്ത് ഇത്ര കൂട്ടിയപ്പോൾ ഇത്ര കിട്ടി എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു കോമൺ ഉണ്ടാവും. അതായത് 5 ഡിഫറൻസ് 7 ആണ്, ഇതിൻ്റെത് 7 ആണ്.
ഇത് 7 ആണ്. അപ്പോൾ 7-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 5 കിട്ടി. 7 × 2 × -7 × 2 -2 = 12. അങ്ങനെയാകുമ്പം 16ാമത്തെ ടേം ആകുമ്പോൾ 7 × 60 എത്രയാണ്? 60. 7 × 16 മൈനസ് 7 × 16 ചെയ്യും മൈനസ് എത്രാമത്തെ ടേമാണ്? 16 മൈനസ് 2. 1 1 2 -2 = 1 1 10. ഓക്കെ, അപ്പോൾ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 110. ഓക്കെ, പിന്നെ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതേ ടൈപ്പ് വന്നാൽ കുറച്ചും കൂടി എഫക്റ്റീവായ വേറെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചധികം ലോക്കാണ്. അപ്പം 2x - 1, 2x + 1, 5x - 9. അങ്ങനെയാണെങ്കിൽ കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. അപ്പം 2 എത്രയാണെന്നാണ് ചോദിച്ചിട്ടത്. 2 എത്രയാണെന്ന് അങ്ങനെ ടൈമിന് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അതായത് 2 മൈനസ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക. എന്ത് ചെയ്യുക? എല്ലാം കൂടി ആഡ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ എഴുതാം. 2x - 1 + 2x - plus 1 plus 5x minus 9. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാം ആഡ് ചെയ്യല്ലേ? -1 + 1 ക്യാൻസൽ, എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പം 9x - 1 = അപ്പം ഇത് 3 ഡിജിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ട്രിപ്പിൾ ആയിരിക്കും ഇത് കൂട്ടിയ വാല്യൂ. അപ്പം 9x - 9 = 3 × 2x + 1, അതായത് 6x + 3. then 9x = 6x plus ഈ -3 ഇവിടെ +3 ആവും പ്ലസ് 12 വരുമ്പോൾ നമ്മൾ ചെയ്യും. ദെൻ 6x ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പം മൈനസ് ആവും. അപ്പോൾ 3x = 12, ദെൻ x = 4. ഇതിങ്ങനെ കണ്ടിരിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന ടൈമിന് 1 മാർക്കല്ലേ. അപ്പം കൂൾ ഓഫ് ടൈം ജസ്റ്റ് ഇതിൻ്റെ വാല്യൂസ് പെട്ടെന്ന് ഇട്ട് നോക്കുക. 1 ആണോ നോക്കുക. 1 നോക്കുമ്പോൾ ഇതും രണ്ടെണ്ണം നോക്കുക, 3 നോക്കണ്ട. അപ്പോൾ ജസ്റ്റ് കോമൺ കാൽക്കുലേഷൻ നടത്തുക. അപ്പം ഉത്തരം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഡി. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.